നവംബർ 13 മാത്രമാണ് കണക്ക് തന്നിട്ടുള്ളതെന്ന് പറയുന്നു. നവംബർ 13 എന്ന് പറയുന്നത് എത്ര മാസം കഴിഞ്ഞിട്ടാണ്? കൊടുത്ത കണക്കിനെക്കുറിച്ച് ഞാൻ ഈ മീഡിയ വേണ്ടി തന്നെ ഞാൻ ചർച്ച ചെയ്താണല്ലോ. 75,000 പേർ ബോഡി ക്രിമേഷന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്ന ഉൾപ്പെടെയുള്ള കണക്കുകൾ, അത് വാസ്തവമായി യാതൊരു പുലബന്ധമില്ലാത്ത കണക്കുകളാണ് അവതരിപ്പിച്ചത്. അതൊരു വശത്ത്. അപ്പോൾ അമിത്ഷാ പറയുന്നു നവംബർ 13 മാത്രമാണ് കണക്കുകൾ എത്തിച്ചത് എന്ന് പറയുന്നു. ആ അമിത്ഷായുടെ വാക്കുകളോട് താങ്കൾ യോജിക്കുകയാണോ ചെയ്യുന്നത്? തീർച്ചയായും അമിത്ഷായുടെ വാക്കുകളല്ല. കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നു. അഫിഡവിറ്റിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? നവംബർ 13 മാത്രമാണ് കണക്ക് തന്നിട്ടുള്ളത്. ആ കണക്കുകൾ തന്നെ ശരിയല്ലാത്ത കണക്കുകളാണ്. ഇവിടെ കോടതി ചോദിച്ചൊരു ചോദ്യം വസ്തുതകളല്ലേ? കേരളത്തിലെ ജനങ്ങളിൽ നിന്നും ഇന്ത്യയിലെ ലോകത്തെമ്പാടുമുള്ള മലയാളികളിൽ നിന്നും ഒക്കെ സാധാരണക്കാരായ ആളുകൾ നൽകിയത് 582 കോടി രൂപയാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് വയനാടിന് മാത്രമായി ലഭിച്ചത്. ഏതാണ്ട് 1700 കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ദുരിതാശ്വാസ നിധിക്കുമായി കയ്യിലുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. കോടതി മുമ്പാകെ അവർ പറഞ്ഞത് കേന്ദ്രം തന്ന തുകയുടെ സംബന്ധിച്ച് 677 കോടി രൂപ കൈവശമുണ്ട്. അതിൽ എത്ര ചെലവഴിച്ചു, എത്ര ബാക്കിയുണ്ട് എന്ന് പോലും അവർക്ക് പറയാൻ കഴിയുന്നില്ല. എൻ്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. പ്രിയപ്പെട്ട സനോജ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സനോജ് കൂടുതലൊന്നും പറയണ്ട. കണക്കൊക്കെ അവതരിപ്പിക്കാൻ എന്തിനാണ് ഇത്ര കാലതാമസം? കോടതിയിൽ നിങ്ങൾ തന്നെ നേരത്തെ കൊടുത്ത കണക്ക് കള്ളക്കണക്കാണെന്ന് നിങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോലും പറയേണ്ടി വന്നില്ലേ? അതൊരു എസ്റ്റിമേഷനാണ്, അത് കണക്കല്ല. അത് ഞങ്ങൾ ദുരന്ത നിവാരണ സമിതിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഒരു എസ്റ്റിമേഷനാണ്. എന്തിനാ എസ്റ്റിമേഷൻ? ഇത്രയും ദിവസമായി 14 ദിവസം കഴിഞ്ഞ് നിങ്ങൾ തെരച്ചിൽ നിർത്തിയില്ലേ? ഇവിടെ എൻ്റെ ജില്ലയിൽ ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിനടുത്ത് അർജുൻ എന്നൊരു ചെറുപ്പക്കാരൻ ലോറി മണ്ണിനടിയിലായി ഒരു കർണാടകത്തിൽ മണ്ണിനടിയിലായി വെള്ളത്തിലായപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 72 ദിവസം തെരഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലഭിച്ചത്. ഏതാണ്ട് 70 കോടിയോളം രൂപ ചെലവഴിച്ചു എന്നാണ് ഏകദേശമായി കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനി എത്ര ചെലവഴിച്ചാലും 72 ദിവസം അവിടെ തെരഞ്ഞു, ആവശ്യമായ നടപടി ഉണ്ടാക്കി. എൻ്റെ സനോജിയെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചു. കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് അവിടെ പാവപ്പെട്ട ആളുകൾക്ക് അവർ വാടകയ്ക്ക് പണം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ താമസിപ്പിച്ചു. ഒരു മാസം കഴിഞ്ഞിട്ട് ഇതുവരെ വാടക കൊടുത്തിട്ടില്ല. 300 രൂപ ജോലി എടുക്കാൻ കഴിയാത്തവർക്ക് 300 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു മാസം കൊടുത്തു, ഇതുവരെ ബാക്കി കൊടുത്തിട്ടില്ല. നിങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കാവുന്ന അടിയന്തര സഹായം പോലും കൊടുക്കാൻ തയ്യാറാകാതെ 582 കോടി രൂപ കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും വിദേശത്തുള്ള ജനങ്ങളും ഒക്കെ നിങ്ങളുടെ ഈ വയനാട് ഫണ്ടിലേക്ക് മാത്രം തന്ന തുക മാത്രം മതിയല്ലോ. അതുപോലും ചെലവഴിക്കാൻ കഴിയാത്ത നിങ്ങൾ ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഒരു കാര്യം എനിക്ക് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു സനോജ്, ഈ ഗവൺമെൻറ് ഈ ഒന്നിനും കൊള്ളാത്ത സർക്കാരായി മാറിയിരിക്കുന്നു. ജനങ്ങളുടെ ഏറ്റവും പ്രയാസപ്പെട്ട അവസ്ഥയിൽ പോലും അതിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാൻ അവർ കഴിയുന്നില്ല. കണക്ക് കൊടുത്തില്ല. ഇന്നലെ ചോദിച്ചല്ലോ, ഇന്നെങ്കിലും കണക്ക് കൊടുക്കായിരുന്നില്ലേ? കണക്ക് കൊടുക്കുമ്പോൾ 677 കോടി രൂപ കേന്ദ്രം അനുവദിച്ച ഫണ്ട് അതിലെത്ര ബാക്കിയുണ്ടെന്ന് ഇന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലേ ചെലവഴിക്കുന്നത്? ഒന്ന് ക്ലിക്ക് ചെയ്താൽ കേരളത്തിലെ 14 ജില്ലകളിലും എത്ര ചെലവഴിച്ചു, എത്ര ഇൻറ്റൻറ്റ് കൊടുത്തു, എത്ര കൊടുക്കാൻ ബാക്കിയുണ്ട്, എത്ര കൊടുത്തതുണ്ട് എന്നറിയാമല്ലോ. ആവശ്യം ഈ പറയുന്ന STRF ഫണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഏത് സംസ്ഥാനങ്ങൾക്കും ആവശ്യപ്പെടാതെ ലഭിക്കുന്ന ഒരു ഫണ്ടാണ്. ആ ഫണ്ട് കേരളത്തിൽ ഒന്നാകെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നടക്കുന്ന ദുരന്തങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണ്. വയനാട് പ്രത്യേകമായി ഉപയോഗിക്കാൻ വലിയ ഫണ്ടാണ് ആവശ്യം. ആ ഫണ്ടിന് വേണ്ടിയാണല്ലോ സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത്. ആ ഫണ്ട് നേടിയെടുക്കാനല്ലേ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത്? നൗഫൽ, അങ്ങനെയല്ലേ നൗഫൽ? നൗഫലിനോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, നമ്മളത് ശരിയാണ്, ഒക്കെ ശരിയാണ്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം. ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങളെ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങളുടെ ഇപ്പോൾ എൻ്റെ കോടതി മുമ്പാകെ ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് സനോജിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? ഇവിടെ നമ്മൾ ഈ കേന്ദ്രം നൽകിയ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ വർഷവും വാർഷിക ഗ്രാൻഡ് 96.8 ഇന്ന് 143.6 കോടി രൂപ വയനാടിന് മാത്രമായി ദുരന്ത നിവാരണ ഫണ്ടായി അവർ അനുവദിച്ചു. അതൊക്കെ പോട്ടെ, അതൊക്കെ വേണ്ട, അവിടെ നിൽക്കട്ടെ. കേരള മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ തന്ന 582 കോടി രൂപയുണ്ടല്ലോ, അതിൽ ചെലവഴിക്കാനുള്ള തുക പോലും ചെലവഴിച്ചോ?